വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായത്. സംവിധായകൻ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി അങ്ങ് തള്ളി. കരട് വോട്ടർ പട്ടികയിൽ പേരുള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വൈഷ്ണ സുരേഷിന്റെ കേസിൽ ഉത്തരവ് നൽകിയത് എന്നും കൂടി കോടതി അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ ചോദ്യം ചെയ്തുള്ള VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നവർക്ക് കുറച്ച് പക്വതയും ബോധവും വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. വോട്ടർ പട്ടിക നോക്കാതെയാണോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നും കോടതി ചോദിച്ചു. സെലിബ്രിറ്റിക്കും സാധാരണ പൗരനും ഒരേ നിയമമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും കരട് വോട്ടർ പട്ടിക നോക്കി വോട്ടുറപ്പാക്കാൻ ശ്രമിക്കും. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ VM വിനുവിന് മത്സരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഞങ്ങളെ ചേർക്കൂന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല ചെയ്യുക. അവര് വന്നിട്ട് നമ്മളെ ചേർക്കണം. ചേർത്ത് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചു പോയതൊക്കെ അന്വേഷിക്കേണ്ട ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ്. അതൊന്നും ചെയ്യാതെ നമ്മളെ മാത്രം കുറ്റപ്പെടുത്തുക എന്നുള്ളത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ വീഴ്ച പരിശോധിക്കുമെന്നും കല്ലായിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നും കോഴിക്കോട് DCC പ്രതികരിച്ചു. ആ കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരുപാട് വിനുമാരുണ്ട്. അവർക്ക് വോട്ടവകാശം ലഭിക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനം ഉടനെ ഹൈക്കോടതിയെ അറിയിക്കും. നാളെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.